Welcome to our Fishing Man videos. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ആർട്ടിമിയെ ഹാച്ച് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു സിംഗിൾ ബോട്ടിലല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ രണ്ട് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ഉപയോഗിച്ച് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫുൾ സെറ്റപ്പാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ രണ്ട് ബോട്ടിൽ ആദ്യം കട്ട് ചെയ്തെടുക്കണം. ഞാൻ അതിന് ഫ്രെയിമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഫൈബറിന്റെ ഡോറിന്റെ ഒരു പീസാണ്, ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഞാൻ എടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതുപോലെ രണ്ട് ബോട്ടിൽ കട്ട് ചെയ്തതിനു ശേഷം അതിവിടെ ഫിക്സ് ചെയ്യണം. അതായത് നമുക്ക് ഇതുപോലെ ഈ രണ്ട് ബോട്ടിൽ ഇപ്പോൾ വെച്ചേക്കുന്ന പോലെ അത് രണ്ടും നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. ഞാനിവിടെ സിലിക്കോണാണ് ഉപയോഗിക്കുന്നത് ഫിക്സ് ചെയ്യാനായിട്ട്. ഒരു സെന്റർ നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ രണ്ടെണ്ണം ഒരുമിച്ച് വരാവുന്ന രീതിയിൽ രണ്ട് സൈഡിലും സിലിക്കോൺ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ബോട്ടിൽ സിലിക്കോണിലേക്ക് വെച്ച് അത് അവിടെ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് ഫിക്സ് ചെയ്ത് കറക്റ്റ് ലെവലിൽ നേരെ ഇരിക്കാവുന്ന രീതിയിൽ വേണമെന്നൊക്കെ ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഉണങ്ങാനായിട്ട്. ഉണങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ഫ്രെയിം വരുന്നത്. ഇതുപോലെ താഴത്തേക്ക് വെക്കും. അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് നമ്മുടെ ബോട്ടിലൊക്കെ ഫിക്സ് ആയി വന്നിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമ്മൾ ഹാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഹാങ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടിൻ്റെയും ക്യാപ്പ് ഊരിയിട്ട് ക്യാപ്പിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള എയർ പമ്പിന്റെ സെറ്റപ്പ് ഒക്കെ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ട് ക്യാപ്പ് റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിന്റെ സെന്ററിലായിട്ട് നമുക്ക് ഈ കണക്ടർ ഉണ്ടല്ലോ, ഇത് കണക്ടർ നമുക്ക് അതിന്റെ സെന്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. എയർ പമ്പിന് വേണ്ടിയിട്ടുള്ള കണക്ടറാണിത്. അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ ഇതിന്റെ കറക്റ്റ് സെന്റർ നോക്കിയിട്ട് ഈ കണക്ടർ ഇങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ട് ക്യാപ്പിലും നമ്മൾ കത്രിക വെച്ച് ചെറുതായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി ഒരുപാട് ലൂസ് ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് ടൈറ്റ് ആയിട്ട് കയറാവുന്ന രീതിയിൽ വേണം നമുക്കിത് ഹോൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വെള്ളം ലീക്കൊക്കെ ആവും. ഇതുപോലെ കറക്റ്റ് നമുക്ക് കറക്റ്റ് ടൈറ്റ് ആയിട്ട് കയറി പോകാവുന്ന രീതിയിൽ വേണം നമുക്കിത് ചെയ്യാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് നീണ്ടു നിൽക്കുന്ന ഭാഗം, ഒരുപാട് നീണ്ടു നിൽക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആ ബോട്ടിലിന്റെ ലെവലിൽ മതി. അതുപോലെ നീണ്ടു നിൽക്കുന്ന ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. അപ്പൊ നമ്മളിത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ കറക്റ്റ് ആർട്ടിമി നമുക്ക് ബോട്ടിലിൽ നിന്ന് ഈ ഹോൾ വഴിയാണ് താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സൈഡിൽ രണ്ട് ക്യാപ്പിന്റെ സൈഡിൽ നന്നായിട്ട് സിലിക്കോൺ വെച്ച് ലീക്കേജ് ഇല്ലാതിരിക്കാനായിട്ട് ഒന്ന് സിലിക്കോൺ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ക്യാപ്പ് രണ്ടും ബോട്ടിലേക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുക. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ സിലിക്കോൺ വെക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ടൈറ്റ് ചെയ്താൽ മതി. കാരണം ബോട്ടിൽ എങ്ങനെ വാഷ് ചെയ്യേണ്ട വന്നാൽ നമുക്ക് ആ ക്യാപ്പ് ഒരു വാഷ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കുറച്ച് ടൈ നമുക്ക് നമ്മുടെ മോട്ടർ ഫിക്സ് ചെയ്യാനായിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ടി കണക്ടർ ഉണ്ട്. ടി കണക്ടർ അതായത് രണ്ട് സൈഡിലേക്ക് നമുക്ക് കണക്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു വാൽവാണിത്. നമുക്ക് ഇതുപോലെ ഓൺ ഓഫ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ടി കണക്ടറാണിത്. ഇത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മറ്റേ എയർ ബബിൾസ് ഒക്കെ നമ്മൾ ഇടുന്ന ടൈപ്പ്, സാധാരണ അക്വേറിയത്തിൽ ഇടുന്ന ടൈപ്പാണ്. ഇനി നമുക്കിത് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസ്റ്റ് നമ്മൾ ടൈ വെച്ചിട്ട് നമുക്ക് ബോട്ടിൽ മുകൾ ഭാഗത്ത് വെച്ച് നമുക്ക് ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം കുറച്ചും കൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആദ്യം സിലിക്കോൺ വെച്ചായിരുന്നു. ഇനി നമുക്ക് ഈ കണക്ടർ നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. അപ്പൊ രണ്ട് കണക്ടറും നമ്മൾ ഇതുപോലെ ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് എയർ പമ്പ് നമുക്ക് ഫിക്സ് ചെയ്യാനുണ്ട്. ഇതാണ് എയർ പമ്പ്, 2 വേ എയർ പമ്പാണ്. അതായത് നമുക്ക് രണ്ട് കണക്ഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള പമ്പാണ് മേടിച്ചിരിക്കുന്നത്. ഇതിന് കണക്ഷൻ ഒന്ന്, സെക്കൻഡ് കണക്ഷൻ, രണ്ട് ബോട്ടിലേക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ പമ്പാണ് മേടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഇത് ഈ ബോർഡിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ടൈ വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ചെയ്യേണ്ടത് ഈ പമ്പിലേക്ക് നമ്മൾ മറ്റേ എയർ പമ്പിൻ്റെ ഓസ് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. പമ്പിലേക്ക് കണക്ട് ചെയ്യുക. രണ്ടിലേക്കും ഒരേ ലെവലിൽ നീളത്തിലാണ് നമുക്ക് പൈപ്പ് എടുക്കേണ്ടത്. അത് നമ്മളിങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കണക്ട് ചെയ്തിരിക്കുന്ന വൈ കണക്ടറിൻ്റെ അതിലേക്കാണ് നമ്മൾ ഈ പൈപ്പ് കണക്ട് ചെയ്യുന്നത്. രണ്ട് സൈഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാനും പോകുന്നത്. ഇതുപോലെ നമ്മൾ രണ്ട് നീളം കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ വൈ കണക്ടറിലേക്ക് വരുന്ന രീതിയിൽ, ടി പോലെയുള്ള കണക്ടറിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇതിങ്ങനെ കണക്ട് ചെയ്യണം. ഒരുപാട് നീളം വെക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ലെവലിൽ നമുക്കിത് ഫിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി. ഫസ്റ്റ് നമ്മുടെ ടോപ്പിലുള്ള കണക്ടർ ആ ബോട്ടിലേക്കും മറ്റേ ഡൗൺ ആയിട്ട് താഴെ ഇരിക്കുന്നത് മറ്റേ ബോട്ടിലേക്കും എയർ വരുന്ന രീതിയിലാണ് ഈ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കൊന്ന് കുറച്ച് നേരത്തേക്ക് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു സ്റ്റിക്കർ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് കിടക്കാം, സെലോ ടേപ്പ് എന്തെങ്കിലും വെച്ച്. അതിനുശേഷം ഞാനിത് സിലിക്കോൺ വെച്ച് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് തൽക്കാലത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പം ഇങ്ങനെ സ്റ്റിക്കർ വെക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഇനി മൊത്തത്തിലൊന്ന് ഞാൻ സിലിക്കോൺ വെച്ച് എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ടി കണക്ടർ എല്ലാം സിലിക്കോൺ വെച്ച് ഫുള്ളായിട്ട് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ലൈറ്റ് ആണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എല്ലാവരും നമ്മൾ ഈ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ആർട്ടിമിയനെ താഴത്തേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ഇവിടെ ലൈറ്റ് പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. LED ബൾബാണിത്. 15 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന 12 വോൾട്ടിന്റെ LED ബൾബാണിത്. വാം കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വൈറ്റ്. നമുക്കത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ സിലിക്കോൺ വെച്ചിട്ട് ആ ക്യാപ്പിനോട് തൊട്ട് മുകളിലായിട്ട് നമുക്ക് 2 ബോട്ടിലും ഫിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ബോട്ടിലിൽ നമ്മൾ ഇതുപോലെ തന്നെ സിലിക്കോൺ തേച്ചതിന് ശേഷം ലൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. സൈഡിലെല്ലാം കറക്റ്റ് ലെവലിൽ നന്നായിട്ട് സിലിക്കോൺ വെച്ചില്ലെങ്കിൽ പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇച്ചിരി അധികം സിലിക്കോണാണ് ഞാൻ വെച്ചിരിക്കുന്നുണ്ട്. കാരണം വാട്ടർ ലീക്കേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെ ഇതിലേക്ക് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ലൈറ്റ് നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്യുക. രണ്ടും ക്യാപ്പിന് തൊട്ട് മുകളിലായിട്ട് വേണം നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട്. കാരണം ആ ക്യാപ്പിലൂടെയാണ് നമ്മൾ ഹോൾ ഇട്ടേക്കുന്ന കണക്ടർ വഴി ആർട്ടിമി ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ ലൈറ്റ് അവിടെ വെച്ചാലാണ് കറക്റ്റ് ലൈറ്റിലേക്ക് ആർട്ടിമി എല്ലാം അടുത്തേക്ക് വരുള്ളൂ. ലൈറ്റിന്റെ അടുത്തേക്ക് ഇങ്ങനെ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ആർട്ടിമി എല്ലാം വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ബാക്കി സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 12 വോൾട്ടിന്റെ അഡാപ്റ്റർ വെച്ചിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്തു. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ സ്വിച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്
അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് അപ്പോൾ നമുക്കിവിടെ കാണാൻ നല്ല രീതിയിൽ നല്ല കളർ ലൈറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഏകദേശം നമ്മുടെ സെറ്റപ്പ് എല്ലാം റെഡിയായി. നമുക്കിനി ഇതുപോലെ എവിടെയെങ്കിലും ഒരു വാളിൽ ഹാങ് ചെയ്തിടണം. ഞാനിപ്പോൾ ഇവിടെ ഹാങ് ചെയ്തതിന് ശേഷം ഒരു 1 ലിറ്റർ കൂടുതൽ വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് 2 ബോട്ടിലും. ഇതാണ് അപ്പോൾ നമ്മുടെ സെറ്റപ്പ്. മോട്ടർ ഞാൻ കണക്ട് ചെയ്തു. അതുപോലെ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ നമ്മൾ ലൈറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഹാങ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമായി വരുന്നത് കല്ലുപ്പാണ്. 1 ലിറ്ററിന് 30 ഗ്രാം കല്ലുപ്പ് എന്നാണ് ഒരു നിയമം പോലെ പറയുന്നത്. ഞാൻ ഇച്ചിരി അധികം കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം 2ലേക്കും കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. 2 ബോട്ടിലിൽ നമ്മൾ കല്ലുപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് എയർ പമ്പ് ഓൺ ചെയ്യാം. എയർ പമ്പ് ഓൺ ചെയ്തു. ബബിൾസ് നല്ലോണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബബിൾസ് വരുന്നുണ്ട്. നമുക്കൊന്ന് ലൈറ്റ് ഇട്ട് നോക്കാം അത്യാവശ്യം വെട്ടം കൊണ്ടുവന്ന്. നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം നല്ല രീതിയിൽ ഫുള്ള് ബോട്ടിലിൽ നല്ല രീതിയിൽ വെട്ടം വരുന്നുണ്ട്. ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആർട്ടിമിയയുടെ എഗ്ഗ്. ഇതാണ് നമുക്ക് 90 രൂപ ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന ബോട്ടിലാണിത്. ഇത് നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം 2 ബോട്ടിലും. ഈ 2 ബോട്ടിൽ ഇതുപോലെ നമ്മൾ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിമിയ വിരിയിച്ച് നമ്മൾ രാവിലെയും വൈകുന്നേരം ഫീഡ് ചെയ്യാനുണ്ട്. രാവിലെയും വൈകുന്നേരം ഫീഡ് ചെയ്യുമ്പോൾ ഒരു ബോട്ടിൽ നമ്മൾ രാവിലത്തേക്കും സെക്കൻഡ് ബോട്ടിൽ നമ്മൾ ഈവനിങ്ങിൽ ഫീഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം രാവിലെ എടുക്കുന്ന ബോട്ടിൽ നമ്മൾ എടുത്തതിന് ശേഷം രണ്ടാമത് റീഫില്ല് ചെയ്ത് വെക്കും. അതിനുശേഷം ഈവനിങ്ങിലുള്ളത് സെയിം അതുപോലെ തന്നെ എടുത്തതിന് ശേഷം റീഫില്ല് ചെയ്യും. അപ്പോൾ നമുക്ക് 24/7 നമുക്ക് ആർട്ടിമിയ ഫീഡ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഈ ബബിൾസിൽ ഇങ്ങനെ ഇട്ടേക്കുക. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹാച്ച് ആയി കിട്ടും. നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ആർട്ടിമിയ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ നെറ്റിന്റെ ആവശ്യമുണ്ട്. ഇത് ആർട്ടിമിയ നെറ്റ് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. ഒന്ന് ടോപ്പിലും ഒന്ന് താഴെയായിട്ട് വരും. ടോപ്പിലിരിക്കുന്നതിൽ നമ്മുടെ ഷെല്ലൊക്കെ സെപ്പറേറ്റ് ചെയ്യാനും താഴത്തെ നെറ്റിലേക്കാണ് നമ്മുടെ ആർട്ടിമിയ കളക്ട് ആയി വരുന്നത്. ഇനി നമുക്കിത് ഒന്ന് കളക്ട് ചെയ്ത് നോക്കാം. ഒരു പ്ലാസ്റ്റിക്കിന്റെ കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് നമുക്ക് ഈ നെറ്റ് വെച്ച് കൊടുക്കുക. ആ നെറ്റിൽ പ്രത്യേകം നമുക്ക് എഴുതിയിട്ടുണ്ട് ടോപ്പ് എന്ന് എഴുതിയിരുന്ന നെറ്റ് ടോപ്പിൽ തന്നെ വെക്കുക ഷെല്ല് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ആ ടീ പോലെയുള്ള കണക്ടർ നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. താഴത്തേക്കുള്ള കണക്ട് ടൈപ്പ് നമ്മൾ ആ നെറ്റിലേക്ക് വെച്ചു. അതിനുശേഷം തിരിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ എയർ പമ്പ് ഓഫായി. അതായത് നമ്മുടെ ബോട്ടിലേക്ക് ഇപ്പോൾ എയർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അതിനുശേഷം ലൈറ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. ലൈറ്റ് ഓൺ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ആർട്ടിമിയ എല്ലാം ഹാച്ച് ആയത് നമ്മുടെ ലൈറ്റിന്റെ അടുത്തേക്ക് പതുക്കെ നീങ്ങി വരുന്നതായിട്ട് കാണാൻ കഴിയും. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ക്യാപ്പിന്റെ അങ്ങോട്ട് ലൈറ്റിന്റെ അടുത്തേക്ക് നന്നായിട്ട് ആർട്ടിമിയ എല്ലാം ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എല്ലാം നമ്മുടെ ക്യാപ്പിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നത് കാണാൻ കഴിയും. നല്ലോണം ഓടി കിടക്കുന്നത് കാണാം. ഇനി നമുക്ക് ഇതിനെ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ആ പൈപ്പ് നമ്മൾ ഈ കണക്ഷൻ നമ്മൾ നേരിട്ട് അവിടെ നിന്ന് നേരെ താഴത്തേക്ക് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈപ്പ് വഴി നേരെ നമ്മുടെ ആർട്ടിമിയ എല്ലാം നമ്മുടെ നെറ്റിലേക്ക് വന്ന് ചാടും. സിമ്പിളായിട്ട് നമുക്ക് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നമുക്ക് സിമ്പിളായിട്ട് ഡെയിലി നമുക്ക് ആർട്ടിമിയ കളക്ട് ചെയ്യാവുന്ന ഒരു സെറ്റപ്പാണിത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇതുപോലെ ഓൺ ചെയ്തിട്ടിട്ട് നമുക്ക് വേഗം കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ആർട്ടിമിയ വേഗം ആ ഹോസ് കണക്ടർ വഴി താഴത്തേക്ക് നമ്മുടെ നെറ്റിലേക്ക് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാണ് നമ്മൾ ഹാച്ചായ ആർട്ടിമിയ ബോട്ടിലിൽ മുകളിൽ കിടക്കുന്ന കണ്ടോ, മുകളിൽ കുറച്ച് ഒരു ബ്രൗൺ കളർ കിടക്കുന്നത് അതാണ് ഈ ആർട്ടിമിയ വിരിഞ്ഞ ആർട്ടിമിയയുടെ ഷെൽസ് ആണ് കിടക്കുന്നത്. അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മുട്ടത്തൊണ്ട് എന്ന് പറയുന്ന പോലെ ഈ മുട്ട വിരിഞ്ഞതിൻ്റെ അതിൻ്റെ അകത്തുനിന്ന് ഹാച്ച് ആയതിൻ്റെ ശേഷമുള്ള ആ തൊണ്ടാണ് നമ്മൾ മുകളിൽ നമുക്ക് ആവശ്യമില്ല, നമ്മൾ വേസ്റ്റ് ആണത്. നമ്മളിപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്, നമ്മൾ അത്ര എടുത്തു. ബാക്കി നമ്മൾ വീണ്ടും ആ എയർ പമ്പിലേക്ക് ഓൺ ചെയ്ത് നമ്മൾ ഇട്ടേക്കുവാണ്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഉപ്പ് ഇട്ടേക്കുന്ന കാരണം ഉപ്പൊക്കെ
മീനുകൾക്ക് ഒരുപാടായാലും നല്ലതല്ല. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ആർട്ടിമിയ. താഴെ കാണുന്നത് അതിൻ്റെ ആർട്ടിമിയയും മുകളിൽ കണ്ടത് ഈ കാണുന്നത് അതിൻ്റെ ഷെല്ലുമാണ്. നമുക്കപ്പോൾ രണ്ടും ഒന്ന് വാഷ് ചെയ്യുക. ഇങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം മുകളിലത്തെ ഭാഗം നമ്മൾ ഷെല്ലാണ്, നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ കളയും. താഴത്തെ നെറ്റിൽ വരുന്നതാണ് നമ്മുടെ ആർട്ടിമിയ. നല്ല ഓറഞ്ച് കളറിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മുടെ ഷെല്ല്. ഇത് കണ്ടു താഴെ നല്ല ഓറഞ്ച് കളറിൽ കാണുന്നില്ല. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കി മഞ്ഞപ്പൊടി എന്നൊക്കെ തോന്നും, പക്ഷെ അല്ല. ഇതാണ് നമ്മുടെ ആർട്ടിമിയ. ഇത് നമുക്ക് ഇനി ഈ കപ്പിലേക്ക് നമുക്ക് കളക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സിറിഞ്ചിന്റെ ആവശ്യമുണ്ട്. കാരണം നമുക്കിത് ഫീഡ് ചെയ്യാൻ നേരത്തെ ഇതുപോലത്തെ സിറിഞ്ച് വഴി വലിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ കാണാം ഒരു സിറിഞ്ചിൽ ഒരു പ്രാവശ്യം വലിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നടക്കുന്നതെല്ലാം ആർട്ടിമിയാണ്. ഇപ്പോൾ ഒരു 4-5 ദിവസം 6 ദിവസമൊക്കെ എത്തിയ ഫൈറ്റർ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു മീന് ഒരു ആർട്ടിമിയ എന്ന രീതിയിൽ നമുക്ക് ഫീഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് അധികം ദിവസം ആയതാണ്, അത്യാവശ്യം പ്രായമായി വരുന്ന മീനുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.